നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണ്ടു വരും. ഇതെന്താ നിങ്ങളിവിടെ? നിങ്ങളെപ്പോഴാ വന്നേ? ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ മുത്തശ്ശി. എന്താ ഞങ്ങളെ വിളിക്കാതിരുന്നേ? ഒന്നുമില്ല, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോ അവിടെ ശൂന്യമായതുപോലെ തോന്നി. അച്ഛനും ചെറിയച്ഛനും ബിസിനസിന്റെ കാര്യത്തിന് ഇറങ്ങിയപ്പോ നിങ്ങളുടെ അടുത്തേക്ക് പോരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാലും ഇത് വല്ലാത്തൊരു ഞെട്ടിക്കലായി പോയി അല്ലേ പ്രിയങ്ക? ഞങ്ങള് കൊറേ നേരമായിട്ട് അവിടെ നിക്ക. വരുണിന്റെ വിദേശ ജീവിതത്തെ കുറിച്ചൊക്കെ പറയായിരുന്നു. അധികം വൈകാതെ എന്നെയും പൊക്കി അങ്ങോട്ട് പോകാനുള്ള ചിന്തയില. എന്നെ വിടണ്ട അമ്മ, നമുക്ക് നമ്മുടെ കണിമംഗലം തന്നെ മതി അല്ലേ? അതെ മോളെ, അതാ നല്ലത്. ഇവൻ ഇനി എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ വിടുന്ന പ്രശ്നമില്ല. ആ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മുത്തശ്ശി? ഒന്നുമില്ലടാ മക്കളെ, വാ. ഇനി നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത്? അല്ല മുത്തശ്ശി, നീ ഇപ്പൊ സൂര്യയോട് നല്ലവണ്ണമാ പെരുമാറുന്നത്. അതുകൊണ്ടാ ഞാനിപ്പൊ ഇങ്ങനെ തണുത്ത് സംസാരിക്കുന്നേ. മനസ്സിലായോ? കുട്ടികളെ അവരുടെ വഴിക്ക് വിടും. ഏട്ടാ, എങ്ങനെയുണ്ട് യാത്ര? നല്ലതാണ്. നീ അമ്മയോട് ചോദിച്ചു നോക്ക് എന്റെ സന്തോഷം എത്രയാണെന്ന്. ഇവിടെ വന്നപ്പോ മുതല് കൽപ്പന ഇവനോട് നന്നായിട്ടാ പെരുമാറുന്നേ. ആഹാ, ആണോ? എന്നാ പിന്നെ ഏട്ടത്തിന്റെ ഈ മനമാറ്റം നമുക്കൊന്ന് ആഘോഷിച്ചേ പറ്റൂ. ഓക്കെ അല്ലേ? താങ്ക് യു ഏട്ടത്തി. എനിക്ക് മുഖത്ത് ചിരിയുള്ളൊരു ഏട്ടനെ തിരിച്ചു തന്നേനെ. താങ്ക്സ് ഏട്ടത്തി. എന്നാലേ നമുക്കങ്ങ് തുടങ്ങാം. നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. എന്നാ തുടങ്ങടാ. ഒരു ഡാൻസ് അങ്ങ് ആയിക്കോട്ടെ. ഓക്കെ, ആദ്യം ചേട്ടൻ തുടങ്ങി. ചേട്ടൻ തുടങ്ങിക്കോ. ഞാനിപ്പോ വരാം. 2 സ്റ്റെപ്പ് വെച്ചിട്ട് വരാം.
വാടാ. ഏട്ടാ. ഏട്ടാ. അമ്മേ ഏട്ടാ. സൂര്യ അയ്യോ മോനെ ഏട്ടാ. 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 ഒന്നുമില്ല, ഒന്നുമില്ല. ഏട്ടാ, ഏട്ടാ. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. അരുൺ, കുഴപ്പമില്ല. സൂര്യ സൂര്യ അയ്യോ സൂര്യ നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ. എന്നെ അവരെ പുറകിന്ന് തള്ളിയതാ. തള്ളിയതോ? ആര്? പുറകിന്ന് തള്ളാനോ? അതിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും ഏട്ടനെ കണ്ടോണ്ടിരുന്നല്ലേ. ഞാൻ ഇവരുടെ കൂടെ നിൽക്കായിരുന്നെങ്കിലും എന്റെ നോട്ടം സൂര്യയിൽ തന്നെയായിരുന്നു. ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ഇനി വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ചതാണോ? എന്തായാലും ദൈവം കാത്തു. ഒന്നുമില്ല ഏട്ടാ. സൂര്യ നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ. ഇല്ലമ്മേ, ഇവൻ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. ഇവനല്ല എന്റെ ബലം. ഇപ്പൊ നമുക്കൊരു സമാധാനത്തിന് കല്യാണം 14 മാസം കഴിഞ്ഞ് നടത്താം. അതല്ലെങ്കിൽ ജോത്സ്യന് ഒരു മുഹൂർത്തം കൂടി പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.